മകളെ, ജെറുസലേം വചനകൂടാരത്തിൽ നിന്നും 3 മിനിറ്റ് പ്രാർത്ഥനയ്ക്കായി ഇതാ നമുക്ക് ഒരുമിച്ച് ചേരാമല്ലേ? വിദേശങ്ങളിലും സ്വദേശങ്ങളിലും ഇരുന്നു കൊണ്ട് ഒരു മാലയിൽ കോർത്ത പുഷ്പങ്ങളെപ്പോലെ കർത്താവിൻ്റെ വചനത്തിനായി നമുക്ക് കാത്തിരിക്കാം. ഈശോ നമ്മുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കൾക്ക് കുറിച്ചുമുള്ള ദൈവത്തിൻ്റെ സ്വപ്നം പൂവണിയട്ടെ. ഇതാ കർത്താവിൻ്റെ വചനം തരുന്നു. യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായം 56-ാം വാക്യം. എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു. ഒരു പരസ്പരമുള്ള സഹവാസം വിശുദ്ധ കുർബാനയിലൂടെ നടക്കുന്നുണ്ട്. വിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോൾ നാം യേശുവിൻ്റെ ശരീരത്തിൻ്റെ ഒരു ഭാഗമായി മാറുകയാണ്. എന്തൊരു അനുഗ്രഹമാണല്ലേ! റോമാ സാമ്രാജ്യത്തിൽ ആദ്യ ശതകങ്ങളിൽ, ആദ്യത്തെ 10 നൂറ്റാണ്ടുകളിൽ ലക്ഷക്കണക്കിന് പേരെ വധിക്കപ്പെട്ടിട്ടുണ്ട്. പീഡനങ്ങളുടെ മധ്യേ പിടിച്ചു നിൽക്കാൻ അവർക്ക് ശക്തി കിട്ടിയത് ദിവ്യകാരുണ്യത്തോടുള്ള ഭക്തിയായിരുന്നു. യേശുവിൻ്റെയും രക്തസാക്ഷികളുടെയും വിശുദ്ധരുടെയും രക്തത്തിലാണ് തിരുസഭ വളർന്നിട്ടുള്ളത്. സഭയുടെ സമ്പത്ത് മുഴുവൻ പരിശുദ്ധ കുർബാനയിലാണ്. വിശുദ്ധ കുർബാനയെ ഒഴിവാക്കിക്കൊണ്ടുള്ള പഠനങ്ങൾ, ജോലികൾ, അധ്വാനങ്ങൾ, കളികൾ, മറ്റു എൻ്റർടൈൻമെൻറ്റ് അത് ആത്മീയ വളർച്ചയ്ക്ക് യോജിച്ചതല്ല എന്ന് എൻ്റെ പ്രിയപ്പെട്ട മക്കളെ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ഇതാ ഈ രാത്രിയിൽ ഈശോ നിൻ്റെ ഭവനത്തിലേക്ക് വരികയാണ്. നിൻ്റെ അധ്വാനങ്ങളും നിൻ്റെ പ്രാർത്ഥനകളും നിൻ്റെ പരിശ്രമങ്ങളും ഒക്കെ കാണുവാൻ, വലിയ വ്യക്തികളെ ഇതിൽ നിന്ന് രൂപപ്പെടുത്താൻ കർത്താവിന് ആഗ്രഹമുണ്ട്. നീ ആയിരിക്കുന്ന സ്ഥലത്ത് ദൈവവചനത്തിന് പ്രാധാന്യം കൊടുത്ത് അനേക മക്കൾക്ക് അത് ഷെയർ ചെയ്ത് കഴിയുമ്പോൾ നിന്നിലൂടെ ഒരു രാജയോഗം എന്ന നിലയിൽ മണിമകുടങ്ങൾ അണിയിക്കുന്ന ഒട്ടനവധി വ്യക്തികളെ ഞാൻ ഇന്ന് ഈ സമൂഹത്തിൽ കണ്ടുമുട്ടുകയാണ്. കർത്താവിൻ്റെ വലിയ അനുഗ്രഹം നമ്മിൽ ഓരോരുത്തരും വന്ന് നിറയട്ടെ. നമുക്ക് ആത്മീയമായി വളരാൻ സാധിക്കുന്നില്ല. കാരണം എന്തേ? വിശുദ്ധ കുർബാനയിൽ പങ്കുകൊള്ളുന്നില്ല, ദിവ്യകാരുണ്യം സ്വീകരിക്കുന്നില്ല. നമ്മുടെ മക്കൾക്കൊരു പുരോഗതി ഉണ്ടാകുന്നില്ല. എന്തേ? വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്നില്ല, നമ്മൾ ദിവ്യകാരുണ്യം സ്വീകരിക്കുന്നില്ല. നമ്മൾ ഇൻ്റർവ്യൂസിന് പോകുന്നു, പരീക്ഷകൾ എഴുതുന്നു, പരാജയത്തിൻ്റെ പടുകുഴിയിൽ കൂപ്പുകുത്തുന്നതിൻ്റെ കാരണം യേശുവിൽ നമ്മൾ പങ്കുചേരുന്നില്ല. ആശ്വാസപ്രദമായ രാത്രി, പ്രതീക്ഷാ നിർഭരമായ പ്രഭാതം, സൽപ്രവർത്തികൾ നിറഞ്ഞ ദിവസം നൽകി ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഇതാ യേശു നിന്റെ ഹൃദയത്തിൻ്റെ വാതിൽക്കൽ മുട്ടി വിളിക്കുന്നു, ആശീർവദിക്കുന്നു. നമ്മുടെ കർത്താവ് ഈശോമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.